കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തതിൽ ഇതിലും പ്രിവലന്റ് ആയിട്ടുള്ള തെറ്റിദ്ധാരണ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല. എറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനക്കാരൻ്റെ ഒരാളാണ് ആൽക്കഹോൾ. അതിലും വലിയ വില്ലനാണ് സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. മൈക്രോ പീനസ്, അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായ പഠനങ്ങളുണ്ട്. മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റിയിലോ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള സാധ്യത കുറയുന്നത് ആയിട്ടുള്ള പഠനങ്ങളുണ്ട്. സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നത് നോർമലാണ്. സെക്ഷൽ ആക്ടിവിറ്റി എന്നുള്ളത് പെയിൻഫുൾ ആക്ടിവിറ്റി അല്ല, പ്ലഷറബിൾ ആക്ടിവിറ്റി ആയിട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ കേരള. അതിൻ്റെ ഫൗണ്ടറും അതേപോലെ CMC വെല്ലൂരിൽ ഡോക്ടറും സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറുമായ ഡോക്ടർ എഡ്വിൻ പീറ്ററാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററാണ്. നമുക്ക് എല്ലാവർക്കും സെക്സ് അറിയാം, സെക്സിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിന് കുറച്ച് തെറ്റിദ്ധാരണകളും ധാരണകളും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഓപ്പൺ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽക്കം സർ. നമസ്കാരം. നമ്മൾ ഈ സെക്സിനെ പറ്റി സംസാരിക്കുമ്പം അപ്പം നമ്മൾ ഫ്രണ്ട്സിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളെ പറ്റിയിട്ട് കേൾക്കാറുണ്ട്. അത് പല രീതിയിലാണ്. അത് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. ഇനി ഒരു തേർഡ് ജെൻഡറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവർക്കും ഉള്ളതായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ അത്തരം ചില തെറ്റിദ്ധാരണകളെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അതായത് മിത്സ് ഇൻ സെക്സ്. പ്രധാനപ്പെട്ട ഒരു മിത്തായിട്ട് പലരും പറയുന്ന കാര്യം സൈസ്. അത് പ്രത്യേകിച്ച് പീനിസിന്റെ സൈസാണ് പറയുന്നത്. പീനിസിന്റെ സൈസ് സെക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പോണോഗ്രാഫിക്കൽ മെറ്റീരിയലുകൾ, പ്രത്യേകിച്ച് വീഡിയോ കണ്ടന്റുകൾ ഇതൊരു തെറ്റിദ്ധാരണ ജനറേറ്റ് ചെയ്യുന്നതിൽ, നമ്മുടെ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അവിടെ പലപ്പോഴും നമ്മൾ വളരെ നോർമലായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പെനിസിൻ്റെ സൈസും ലെങ്ത്തും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സുമായിട്ടാണ്. ആ ആക്ടേഴ്സ് അവരുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമായി മാറ്റം വരുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഈ വലുപ്പത്തെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഈ പോൺ സൈറ്റ്സുകളിലും പോണോഗ്രാഫിക് ഫിലിമിലും കാണുന്നത് എന്ന് പറയുന്നത് സെലക്റ്റഡ് ആണ്. ആ വ്യക്തികൾ സെലക്റ്റഡ് ആണെന്ന് മാത്രമല്ല, സിലിക്കോൺ ഇംപ്ലാന്റ്സ് പോലെയുള്ള സർജറികളൊക്കെ ഉപയോഗിച്ച് മാറ്റം വരുത്തിയിട്ടുള്ള അവയവങ്ങളുമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അവരവരുടെ ആ അഭിനയത്തിൻ്റെ ഭാഗമായി, അവരുടെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായി അവരുടെ ശരീരത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ആ പ്രസന്റേഷൻ മാത്രമാണ് പ്രശ്നമെന്നല്ല ഞാൻ പറയണത്. ആ പ്രസന്റേഷൻ മാത്രമേ കുട്ടികളിലേക്ക് ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ലഭിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പ്രശ്നമായി മാറുന്നത്. ഇതാണ് സത്യം. എന്നൊരു ധാരണ സെക്സിൽ യാതൊരു പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് സത്യം. ജനറലി നമ്മൾ മൈക്രോ പീനസ്, അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലിംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലിംഗത്തിൻ്റെ വലുപ്പത്തിൽ കുറവുണ്ട്, അതിൽ പരിശോധനകൾ നടത്തണം, ഇവാലുവേഷൻ ചെയ്യണം എന്ന് പോലും എറക്റ്റ് ആയിട്ടുള്ള ഉദ്ധരിച്ച ലിംഗത്തിന് 5 സെന്റിമീറ്ററിനേക്കാൾ താഴെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു രീതിയിലുള്ള ഇവാലുവേഷൻ്റെ പോലും ആവശ്യങ്ങൾ പലപ്പോഴും വരുന്നത്. അതിന് മുകളിലുള്ള എല്ലാതും റിപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ സാധ്യമായിട്ടുള്ള ലെങ്ത്തുകളാണ്. എന്നാൽ എന്ന് മാത്രമല്ല, പലപ്പോഴും ആവറേജ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവറേജ് എന്ന് പറയപ്പെടുന്ന ലെങ്ത് ആയിട്ടുള്ള പലതും അല്ലെങ്കിൽ ഗർത്തായിട്ടുള്ള അതിൻ്റെ വണ്ണമായിട്ടുള്ള പലതും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, മെഡിക്കലി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ സാധ്യതയൊക്കെ ഒരുപാട് വലിപ്പ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഈ വലിപ്പ വ്യത്യാസമല്ല ആളുകളിൽ ഇത്രയും സ്ട്രെസ് ഉണ്ടാക്കുന്നത്, ടെൻഷൻ ഉണ്ടാക്കുന്നത്, ആൻസൈറ്റി ഉണ്ടാക്കുന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം അമേരിക്കയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും പലപ്പോഴും സ്ത്രീകളും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പെനസിൻ്റെ ലെങ്തായി തിരഞ്ഞെടുക്കുന്നത്, ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടി പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് 6 ഇഞ്ചോ അതിന് അടുത്തുള്ള ലെങ്ത്തുകളാണ്. അതായത് ഈ ഉദാഹരണത്തിൽ 6 ഇഞ്ച് ഉള്ളതാണോ? ആ ഉദാഹരണത്തിൽ എല്ലാം സംസാരിക്കുന്നത് എറക്ട് പെനിസിലാണ്, ഉദാഹരണത്തിനുള്ള ഉദ്ധരിച്ച ലിംഗത്തിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും ആ കൾച്ചറിൽ നമ്മുടെ ആണെങ്കിലും പലപ്പോഴും അത്തരത്തിലുള്ള ഒരു പ്രിഫറൻസ് ആണ് സ്ത്രീകളും ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കാണുന്നത്. ഒരു പ്രത്യേക നീളം
ഈ നീളെ കൂടുതൽ ഒരു പ്രത്യേക സെക്ഷൽ പ്രിഫറൻസ് ഇല്ലെന്നുള്ളത് മാത്രമല്ല പലപ്പോഴും നീളം കൂടുതലുള്ള പിനസ് ഉള്ള ആളുകളിലുമായി ബന്ധപ്പെട്ട സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ വേദനയുള്ള സെക്ഷൽ എക്സ്പീരിയൻസുകൾ പലപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പോലും ഇല്ല. പക്ഷേ നമ്മുടെ പൊതുധാരണ നേരെ തിരിച്ചാണ്. ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതിൽ പോർണോഗ്രാഫിക്കൽ കണ്ടന്റുകൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. ഇതാണ് നോർമൽ, ഇങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ധാരണ. ഇത് ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ കണ്ടിട്ട് ഇങ്ങനെയാണ് നമ്മുടെ റോട്ടിൽ ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ മനസ്സിലാക്കിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ ശരി, ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുക, അത് ആൽക്കഹോൾ ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ആയിരിക്കാം, ഇത് സെക്ഷൽ ആക്ടിവിറ്റിക്ക് നല്ലതാണോ? അതായത് എൻഹാൻസ് ചെയ്യുക ഒരു പെർഫോമൻസ്. ഇതും ഒരു പൊതുവെയുള്ള തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു സബ്സ്റ്റൻസ് ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ പോലെയുള്ള സബ്സ്റ്റൻസുകളാണ്. ഈവൻ ദോ ആൽക്കഹോൾ ചെറിയ തോതിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഇൻഹിബിഷൻ പോലെയുള്ള സാധനങ്ങൾ കുറയ്ക്കുകയും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്താലും സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ എറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനക്കാരൻ്റെ ഒരാളാണ് ആൽക്കഹോൾ. അതിലും വലിയ വില്ലനാണ് സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. വളരെ ക്രോണിക്കായിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾ അങ്ങനെ വലിപ്പം ചുരുങ്ങുന്നത് വഴി സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദ്ധാരണ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്കലന് നേരത്തെ ആകുന്ന പോലെ പ്രിമച്വർ ഇജാക്കുലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, സീക്രസ്കലം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളും. സോ എന്താണോ പുരുഷത്വത്തിന്റെ ലക്ഷണമായി പലപ്പോഴും മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരും മാധ്യമങ്ങളിലൂടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആണത്തം എന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റിക്ക് ആക്ച്വലി വളരെ ദോഷകരമായിട്ടാണ് ഇതെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്, ഈ സീമൻ എന്ന് പറയുന്നത് ബ്ലഡ് ആണ്, അത് കൺവേർട്ട് ആയിട്ടാണ് സീമൻ ആകുന്നത്. ഇത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒന്നാണ്. ഇതും വളരെ വളരെ വേഗമായിട്ടുള്ള ഒരു തരം പറച്ചില. ഇതിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. രക്തത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവവും പ്രവർത്തിക്കുമ്പോഴും രക്തം വഴിയാണ് അതിനാവശ്യമുള്ള ന്യൂട്രീഷനുകളാണെങ്കിലും ധാതുക്കളാണെങ്കിലും എനർജി ആണെങ്കിലും എല്ലാം കൊടുക്കുന്നു. ഇതേ രക്തം തന്നെയാണ് പോയിട്ടാണ്. അങ്ങനെ ഇല്ലേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു യാതൊരു ലോജിക്കില്ല. മുടി ഉണ്ടാക്കുന്നത് രക്തത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രക്തം പോയിട്ടാണ് അതിന് വേണ്ട കാര്യങ്ങൾ. ഈ ഇത്ര തുള്ളി ബ്ലഡ് അതിന് സമമാണ് ഇത്ര തുള്ളി സീമൻ എന്ന് പറയുന്നത്. ഈ ഇത്തരം തെറ്റിദ്ധാരണ മറ്റൊരു അവയവങ്ങളൊന്നും ഇത് പറയാതിരിക്കുകയും പ്രത്യേകിച്ച് സീമൻ അല്ലെങ്കിൽ സ്ഖലനത്തിന്റെ ഭാഗമായി ഇത് പറയുകയും ചെയ്യുന്നതിന് പിന്നീടുള്ള ലക്ഷ്യം ഇത് ഈ സംഭവം നടക്കുമ്പോൾ എന്തോ കുഴപ്പം നടക്കുന്നു. അത് സാധാരണഗതിയിൽ മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ടാണ് പറയപ്പെടുക. ഞാൻ സൈക്യാട്രിയുടെ ഭാഗമായിട്ട് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കിതിൽ ധാത്ത് സിൻഡ്രം എന്ന രീതിയിൽ ഒരു രോഗം തന്നെയുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഒരു കൾച്ചറൽ സിൻഡ്രോമാണ്. നമ്മൾ സമൂഹപരമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഒരു സൈക്യാട്രിസ്റ്റ് പേര് കൊടുത്തിട്ടുള്ള ഒരു സിൻഡ്രോമാണ്. ഇതിലൂടെ എൻ്റെ ഓജസ്സോ എൻ്റെ എന്തോ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നല്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇജാക്കുലേഷനും ഇതേ സ്ഖലനവും തന്നെയാണ് സെക്ഷൽ ആക്ടിവിറ്റിയിൽ നടക്കുന്നത്. എന്നാൽ ഇതിനെ പറ്റി ഈ പറഞ്ഞ ഒരു പരാതിയില്ല. ഇതേ സമയം തന്നെയാണ് അവിടെ ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ അവിടെ നിൽക്കട്ടെ, വെറുതെ കൾച്ചറിൽ ലോജിക്കലി ചിന്തിച്ചാൽ പോലും അതും ഒരേ ആക്ടിവിറ്റി ഉണ്ട്. അതിലും ആണെങ്കിലും നഷ്ടപ്പെടുന്ന ഒരേ അളവിലുള്ള സീമൻ തന്നെയാണ്. അപ്പം ആ ഒരു ധാരണക്കുറവ് അതിനെപ്പറ്റി പറയില്ല, ഇതിനെ പറ്റി മാത്രം നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള വ്യത്യാസം അവിടെ തന്നെ. ഇനി കണ്ടന്റുകളിലേക്ക് വരികയാണെങ്കിലും സീമൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. നിങ്ങൾ സെക്ഷൽ ആക്ടിവിറ്റി വഴിയോ മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റി വഴിയോ അതായത് സ്വയംഭോഗമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വഴിയോ പുറത്ത് കളഞ്ഞാലില്ലെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ വെറ്റ് ഡ്രീംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ രാത്രിയിലുള്ള സ്ഖലനങ്ങൾ വഴിയും അത് പുറത്ത് കളയും. അതിനോട് സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്വപ്നസ്ഖലനം എന്ന് മലയാളത്തിൽ പറയുന്ന സാധനങ്ങൾ അപ്പൊ അത് സ്റ്റോർ ചെയ്ത് വെക്കില്ല, കളഞ്ഞുകൊണ്ടിരിക്കും, കീപ്പ് ചെയ്യുന്ന ഒരു സാധനമല്ല. അപ്പോ ഇത് സ്റ്റോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടോ കൾച്ചറൽ ആയിട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടോ ഇതൊരു ചോയ്സ് ആയിട്ട് ചിലർക്ക് തിരഞ്ഞെടുക്കാം. ഇത് ചെയ്യുന്നില്ല, അത് വ്യക്തിപരമായ ചോയ്സ് ആണ്. ശാസ്ത്രീയപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാസ്റ്റർബേഷൻ ഒരു പാപമല്ലേ?
അതാണ് ഞാൻ പറഞ്ഞത്. കൾച്ചറലി ഉള്ള ഇത്തരം വിശ്വാസങ്ങൾ, റിലീജിയസ്ലി ഉള്ള വിശ്വാസങ്ങൾ, അതത് വ്യക്തികൾക്ക് ഫോളോ ചെയ്യാതിരിക്കാം. പക്ഷെ ശാസ്ത്രത്തെ ഇതിന്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പം നമുക്ക് വളരെ വ്യക്തമായ പഠനങ്ങളുണ്ട്. മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റിയിലോ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള സാധ്യത കുറയുന്നത് ആയിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ സ്വന്തം ശരീരത്തെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ധാരണകളും മെച്ചപ്പെടുന്നു എന്നുള്ള നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത്തരം ആക്ടിവിറ്റി, ബോഡിയെ കൃത്യമായി എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ടെസ്റ്റിക്കുലർ ക്യാൻസറും പിനൈൽ ക്യാൻസറും, അതായത് ആയ ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ പലപ്പോഴും നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളുണ്ട്. പിന്നെ എന്താണ് എൻ്റെ പ്ലഷർ എന്നുള്ള മനസ്സിലാക്കൽ, അത് ഏത് ശരീരമുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഏത് തരത്തിലുള്ള ശരീരഘടനയുള്ള വ്യക്തികളാണെങ്കിലും എന്താണ് എൻ്റെ പ്ലഷർ എന്ന് സ്വയം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഈസിയാണ്. അപ്പൊ സെക്ഷൽ ആക്ടിവിറ്റിയിലും ഇത് പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ മാത്രമാണ് മെഡിക്കലി അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റേതൊരു ഒരു ചോയ്സ് മാത്രമാണ്. പക്ഷെ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നവംബർ പോലെയുള്ള സാധനങ്ങള്, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ മൂവ്മെന്റുകള്, വ്യക്തമായ ശാസ്ത്രീയ അടിത്തറകളൊന്നും ഇല്ലാതെയുള്ള ചില മൂവ്മെന്റുകളൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പണ്ട് കൾച്ചറിലെ ഭാഗമായിട്ടിരുന്ന സാധനങ്ങൾ പറഞ്ഞ് വലിയൊരു കുഴപ്പമാക്കി മാറ്റുന്നത് ഇത്തരം. എനിക്കൊന്ന് സൈക്കോളജിക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട് അതിനകത്ത്. അതായത് ഈ ആളുകളാണെങ്കിൽ ഇതിനെ എടുക്കുന്ന രീതി, ഇപ്പം മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പല ഫ്രണ്ട്സും ഓപ്പൺലി ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ചെയ്ത് കഴിയുമ്പം അവർക്ക് എന്തോ കുറ്റം ചെയ്ത പോലെ ഒരു തോന്നലാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അവരുടെ ഒരു മെന്റാലിറ്റിയുടെയും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്തോ ഞാൻ പാപം ചെയ്തു എന്നുള്ള ഒരു തോന്നലിന്റെ ഒക്കെ ഭാഗമായിട്ടും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. കാരണം ആ ഒരു ധാരണയിൽ നിന്നാണ് ഗിൽറ്റ്, ആ കുറ്റബോധം, ഇത് ഒരു തെറ്റ് ചെയ്യുന്നു എന്നുള്ള, അല്ലെങ്കിൽ എന്തോ അപകടകരമായ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള ധാരണയിലേക്ക് വരുന്നത്. മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിലാണ് നമ്മൾ കൺസേൺ ആവേണ്ടതുള്ളൂ. ഒന്ന്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് പബ്ലിക് മാസ്റ്റർബേഷൻ, എനിക്കിത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അഡിക്ഷൻ എന്ന് പറയാം. അഡിക്ഷൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടുള്ള സാധനമല്ല. ഇത്തരം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ പലപ്പോഴും അതിന്റെ അടിയിൽ വേറെയും ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടു, ലൈക്ക് പരസ്യമായിട്ട് മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റി, എക്സിബിഷനിസം അല്ലാതെയും അതിന്റെ ഭാഗമായിട്ടും അല്ലാതെയും. അപ്പോൾ അത്തരം ആക്ടിവിറ്റികൾ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാനേ സാധിക്കുന്നില്ല, ഇതെൻ്റെ നിത്യജീവിതത്തെയോ പഠനത്തെയോ ജോലിയോ ഒക്കെ ബാധിക്കുന്ന അത്രയും സമയവും എഫേർട്ടും ഇതിന്റെ പിന്നാലെ സ്പെൻഡ് ചെയ്യുക എന്നാൽ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഒരു പ്രൊഫഷനെ കണ്ട് ഉറപ്പായിട്ടും പ്രശ്നമായിട്ട് തന്നെ കാണണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടി വരും. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നിങ്ങൾ കണ്ട് സഹായം ചോദിക്കേണ്ടി വരും. പക്ഷെ ഇതല്ലല്ലോ മെജോറിറ്റി. ഇത് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. മിക്കവരിലും മാനസികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിട്ടും കൂടി ആകാം ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുക. പക്ഷെ മെജോറിറ്റി ആളുകളിലും ഈ തെറ്റിദ്ധാരണയും ഈ മതപരമോ കൾച്ചറലോ ആയിട്ടുള്ള ഒരു ധാരണ കൊണ്ടും കൂടെയാണ് ഇതിങ്ങനെ പ്രശ്നം കിടക്കുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞ് പരത്തുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസും കൊണ്ടും കൂടെയാണ് ഈ ഒരു തെറ്റിദ്ധാരണകൾ വരുന്നത്. ഈ ഒരു ജനറലി ഉള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് മെയിൽസ് മാസ്റ്റർബേറ്റ് ചെയ്ത് കോമൺലി ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം. ഫിമെയിൽസ് മാസ്റ്റർബേറ്റ് ചെയ്യാറില്ല എന്നും പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തതുമായിട്ടുള്ളത്. ഇപ്പം പലരോടും ചോദിക്കുമ്പം നമ്മൾ ഈ ക്ലയൻസിനൊക്കെ കാണുന്ന സമയത്തായാലും അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കണ്ടിട്ടുണ്ട്. എല്ലാവരും അല്ല, ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ. ശരിക്കും എന്താണ് മെയിൽ ആൻഡ് ഫിമെയിൽ മാസ്റ്റർബേഷൻ? ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നതും ഇവിടെയും സെൽഫായിട്ടുള്ള സെക്ഷൽ എക്സ്പ്ലോറേഷൻ്റെ ഭാഗവും, അപ്പം സെൽഫ് സൂത്തനിങ് ആയിട്ടുള്ള ഒരു പ്ലഷറബിൾ ആക്ടിവിറ്റിയാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇത് ഒരു പെർട്ടിക്കുലർ ഏജ്, ഇപ്പം നമ്മൾ ഇൻട്രായൂട്രൈനായിട്ട് അത് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ വരെ നമ്മൾ ജെനൈറ്റൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഏത് ജെൻഡറിലും ഏത് ബോഡിയിലുള്ള ആളുകളാണെങ്കിൽ ജെനൈറ്റൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്.
വളരെ കുഞ്ഞിലെ തന്നെ നമ്മൾ കണ്ടു കാണുകയും സ്വന്തം ജെനിറ്റൽസ് ടച്ച് ചെയ്യുന്നത്, പിടിക്കുന്നത്, മറ്റുള്ള കുട്ടികളുടെ ജെനിറ്റൽസ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്, നോക്കുന്നത്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ നമ്മൾ കുഞ്ഞു കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സെക്ഷുവൽ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണം മാസ്റ്റർബേഷൻ ആക്ടിവിറ്റികളെ നമ്മൾ കാണാനായിട്ട്. ഇവിടെയും ഒരു ബോഡി, ഒരു പർട്ടിക്കുലർ ബോഡി, പുരുഷന്റെ ശരീരമുള്ള ആളുകൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം ഈ പുരുഷലിംഗം എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം പോലും പലപ്പോഴും സ്ത്രീകളിലുള്ള ക്ലിട്രസ് എന്ന് ക്രിസരി എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ ഇൻട്രായൂട്രൈനിൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പരിധി ഒരു കാലഘട്ടം വരെ സ്ത്രീകളുടെ ശാരീരിക ഘടനയാണ് ഭ്രൂണത്തിനുള്ളത്, കുട്ടിക്കുള്ളത്. ഇതിൽ നിന്നാണ് പിന്നെ പുരുഷ ശരീരം ഇൻഫ്ലുവൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഘടനാ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പുരുഷന്റെ ലിംഗത്തിലുള്ള ഇത്തരത്തിലുള്ള മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റി ഇത് സ്ത്രീകളിലും വാലിഡ് ആണ്. സ്ത്രീ എന്ന് മാത്രമല്ല, ഈ മാസ്റ്റർബേഷനെ പറ്റി വളരെ നേരമായിട്ടുള്ള വ്യൂ, ഈ നമ്മൾ സെക്സിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ ഇന്ന രീതിയിലുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണെന്ന് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല. സെൽഫ് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ടുള്ള സെൽഫ് പ്ലഷറബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളെല്ലാം നമുക്ക് മാസ്റ്റർബേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരാം. അതിപ്പോൾ ഒരു 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 മീഡിയ കൺസ്യൂം ചെയ്തിട്ടാണെങ്കിലും ശരി, അതായത് ഇപ്പം ഒരു വീഡിയോ, ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ, ഏതെങ്കിലും ഇത്തരത്തിലുള്ള അഡിഷൻ്റെ സഹായത്തോടെ ആണെങ്കിലും ശരി, ഇതില്ലാതെ ആണെങ്കിലും ഇമാജിനേഷൻ്റെ സഹായത്തോടെ ആണെങ്കിലും ശരി, ഇതില്ലാതെ മറ്റു എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ ആണെങ്കിലും അതോട് കൂടെയാണെങ്കിലും ഇതെല്ലാം ഏത് ശാരീരിക ഘടനയുള്ള ആളുകളിലും ചെയ്യുന്നതാണ്. സ്ത്രീകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അറിവില്ലായ്മയും ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടാബും, ഇത് രണ്ടും സ്ത്രീകളിലുള്ള സെൽഫ് എക്സ്പ്ലോറേഷൻ്റെയോ പ്ലഷറിൻ്റെയോ ഇടയിൽ കാര്യമായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തെ പറ്റിയുള്ള കൃത്യമായ ധാരണക്കുറവ് വരിക, സെക്ഷൽ പ്ലഷറിനെ പറ്റിയുള്ള കൃത്യമായ ധാരണക്കുറവ് വരിക. അപ്പം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും സ്വയം മനസ്സിലാക്കുന്നതിലും ഒക്കെ പ്രശ്നങ്ങൾ വരും. പിന്നെ സ്വയം തിരിച്ചറിയുന്നില്ല. അപ്പം രോഗത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ സ്വന്തം ജനറ്റൽ ഏരിയയിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചറിയുന്നതിലും പ്രശ്നങ്ങൾ വരും. അപ്പം സ്വന്തം ശരീരത്തെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കലുകൾ ഈ ഇത്തരത്തിലുള്ള മാസ്റ്റർബേറ്ററി ആക്ടിവിറ്റി, സെക്ഷൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റി റെസ്ട്രിക്റ്റഡ് ആകുന്നത് വഴി അതിൽ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും. ഇനി പ്രൊട്ടക്ഷൻ, അതായത് കോണ്ടം പോലെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും എഗെയിൻ അവിടെയും കുറേ മിത്സ് ഉണ്ട്. ഈ ഒരു ബേസിക്കലി കേട്ടേക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് കോണ്ടം ഉപയോഗിച്ചാൽ മതി, അതായത് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ പ്രഗ്നന്റ് ആവത്തില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കേരളത്തിലെ കോളേജുകളിൽ നിന്ന് കഴിഞ്ഞൊരു 3 കൊല്ലത്തോളം പല കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തതിൽ ഇതിലും പ്രിവലന്റ് ആയിട്ടുള്ള തെറ്റിദ്ധാരണ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല എന്നുള്ളത്. പുൾ ഔട്ട് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്ന സാധനം വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റി അതായത് ഇജാക്കുലേഷന് മുമ്പ്, അതായത് ഇജാക്കുലേഷൻ തൊട്ട് മുമ്പ്, സ്ഖലനത്തിന് മുമ്പ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകില്ല. ഈ ഒരു തെറ്റിദ്ധാരണ ഭയങ്കര കോമണ. എന്ന് മാത്രമല്ല, ഇത് എപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചെയ്യും എന്ന ഭയങ്കര ഫെയിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. 1. 2, ഇൻഫെക്ഷൻസ് പടരാനും സാധ്യതയുള്ള ഒരു മെത്തേഡാണ്. 2 പ്രശ്നങ്ങളുണ്ട് ഇതിനുള്ളിൽ. STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവണം. പല ഇൻഫെക്ഷൻ പലപ്പോഴും STI കുറച്ചുകൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവും, നമുക്ക് പലപ്പോഴും മനസ്സിലായിക്കൊള്ളുന്ന പോലെയില്ല, ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് STI എന്ന് തന്നെ പറയുന്നത്. സോ ഇത് രണ്ടും ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഈ പറഞ്ഞത് തൊട്ട് മുൻപ് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത്. അതും ഈ രണ്ടിലും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രീക്കം എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ മുൻശുക്ലം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു ദ്രാവകം സെക്ഷൽ ആക്ടിവിറ്റി ഭാഗമായി ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഘർഷണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഇതിൽ ബീജങ്ങൾ ഉണ്ടാവാൻ, സ്പേം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പലപ്പോഴും ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കുകയും അത് കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്ന ഇതിന്റെ ഭാഗമായിട്ട് കുഴപ്പങ്ങളിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഈ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സാധനം എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അൺവാണ്ടഡ് പ്രഗ്നൻസി മാത്രമല്ല ഇതിന്റെ പ്രശ്നം, ഇതിനുശേഷം ഇത് വേണ്ട, നമുക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാനായിട്ട്
അത്ര അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഭയങ്കര പാടാ. ഭയങ്കര ഇവൻ ഗവൺമെന്റ് പോളിസികളെല്ലാം പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ് ഏത് പെൺകുട്ടിയും വന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വയം ചെയ്യാം എന്നൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ MTP ഒറ്റയ്ക്ക് ഒരാൾ വന്ന് ആക്സസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള പരിപാടിയല്ല. അത്രയും ആക്സസിബിൾ അല്ല. അതിൻ്റെതായിട്ടുള്ള ടാബുണ്ട്, ലീഗൽ പ്രശ്നങ്ങളുണ്ട്. MTPക്ക് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലിനിക്കുകൾ നമുക്ക് ഇന്നും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഗവൺമെന്റ് തലത്തിലും പറ്റിയിട്ടില്ല, പ്രൈവറ്റ് തലത്തിലും പലപ്പോഴും പറ്റിയിട്ടില്ല. കുറച്ച് ഭയം ഇതിന് നിയമപരമായ നൂലാമാലകൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയവും ഇതിന്റെ പിന്നിൽ കിടപ്പുന്നുണ്ട്. കൃത്യമായ ഗവൺമെന്റ് പോളിസികളും അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെയും പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു സാധനത്തിലേക്ക് ഇത്തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസും തെറ്റിദ്ധാരണകളും വഴി എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇതേപോലെ കോണ്ടത്തിന്റെ കാര്യത്തിൽ വേറൊന്നുള്ള ഒന്നിൽ കൂടുതൽ കോണ്ടം ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകും. ഇതും ഭയങ്കര ഒന്നെങ്കിൽ ഒന്നും ഉപയോഗിക്കില്ല. എനിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കും. എവിടെയും വരുന്നത് ഇവിടെ പല സർഫസുകൾ വരികയാണ്. ഈ കോണ്ടവും തമ്മിലുള്ള ഘർഷണം, ഫ്രിക്ഷൻ വഴി പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വേറെ സാധനം കൂടി ഉണ്ട്. ഫ്ലേവേർഡ് ആയിട്ടുള്ള കോണ്ടങ്ങൾ പെനിട്രേറ്റീവ് സെക്ഷൽ ആക്ടിവിറ്റി വേണ്ടി യൂസ് ചെയ്യാം. അതായത് പിനോവജൈനൽ സെക്ഷൽ ആക്ടിവിറ്റി വേണ്ടി നമ്മൾ പെനിട്രേറ്റീവ് സെക്ഷൽ ഇന്റർകോഴ്സ് എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റികൾ വേണ്ടി യൂസ് ചെയ്യാം. ഫ്ലേവേർഡ് കോണ്ടങ്ങളിൽ പലപ്പോഴും ഫംഗസിന്റെ, പ്രത്യേകിച്ച് ആ കാൻഡിഡ പോലെയുള്ള ഫംഗസുകൾ വളരാൻ സാധ്യത ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഫ്ലേവറുകൾ കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. അലർജൻസ് ആവാൻ സാധ്യതയുള്ള, ഇറിറ്റേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കണ്ടന്റുകളുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇതും വളരെ കോമൺ ആണ്. കാരണം ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് എപ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. ഫ്ലേവേർഡ് കോണ്ടങ്ങൾ എന്നുള്ളത് ഓറൽ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പലപ്പോഴും പരസ്യങ്ങളിൽ പോലും പറയുന്നില്ല. സാധനം കാണുന്നുണ്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലാകുന്നില്ല. ഇത് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മുൻധാരണകൾ വഴി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് ഭയങ്കര കോമൺ ആണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യങ്സ്റ്റേഴ്സിനെ കൊണ്ടെത്തിക്കുന്നത് ഒട്ടും ഇത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു ടാബു, ഓപ്പൺ അപ്പ് ചെയ്ത ഫാമിലി ഉൾപ്പെടെയുള്ള സപ്പോർട്ട് ഇല്ലാത്തതിന്റെ പ്രശ്നം, കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ജഡ്ജ്മെന്റിലായിട്ടുള്ള, ഉറപ്പായിട്ടും ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണല്ലോ. ഭയങ്കര ജഡ്ജ്മെന്റലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പലരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു. ഇതിൽ പ്രഡേറ്റ് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ 25,000 തൊട്ട് 50,000 വരെ ചാർജ് ചെയ്യുന്ന ഒരു 7 മുമ്പാണെങ്കിൽ പലപ്പോഴും മെഡിക്കലി തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കാനിങ്ങും ബേസിക് ബ്ലഡ് ടെസ്റ്റും ചെയ്ത് മെഡിക്കലി തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇതേ പ്രഗ്നൻസി അഡ്മിഷൻ ചെയ്ത് അനാവശ്യമായിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത്, അതായത് ഗവൺമെന്റ് സിസ്റ്റത്തിൽ അവൈലബിൾ അല്ല. അപ്പൊ പ്രൈവറ്റ് സിസ്റ്റത്തിലേക്കോ കോക്സിന്റെ ഇടയിലേക്കോ അംഗീകാരം ഇല്ലാത്ത ആളുകൾ വരെ ഇതിനെ മിസ്യൂസ് ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആളുകളുടെ കയ്യിലേക്ക് നമ്മുടെ യുവജനങ്ങൾ എത്തിപ്പെടുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് സെക്സ് അല്ല എങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലും അതിന്റെ എക്സ്പെൻസും അത് ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഫിനാൻഷ്യലിയും കൂടുതലാണെന്നുള്ളത് തന്നെയാണ് സത്യം. അത്ര സിമ്പിൾ അല്ല. ഓക്കെ എന്നുള്ളതാ ഇത് യങ്സ്റ്റേഴ്സ് ഇതിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നതെന്ന് ഒരു തരത്തിലും. അതെ, അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ മിത്തുകളുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കാര്യം ഇത്രയും ഈ ധാരണ പെശകുകൾ കാരണം അപകടത്തിലേക്കല്ലേ ഇവർ പോകുന്നത്. ഇത് ജനറേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും നമ്മുടെ പുതിയ മീഡിയ കൾച്ചറിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഒരു ഇന്ത്യയിലെ കണ്ടന്റോ കേരളത്തിലെ മലയാളത്തിലെ കണ്ടന്റോ അല്ല. ഒരു പരിധി വരെ ഗ്ലോബൽ സിറ്റിസൺസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അവർ ജനിച്ചു വിടുന്നത് ഗ്ലോബൽ സിറ്റിസൺസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മീഡിയകൾ വഴി, അവർ കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയലുകൾ വഴി നമ്മൾ ഒരു സെക്ഷുവൽ ലിബറേഷന്റെ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുകയും, എന്നാൽ നമ്മുടെ സിസ്റ്റം ആ ഒരു സെക്ഷുവൽ ലിബറേഷന് ഒട്ടും അറേഞ്ച് ചെയ്തിട്ടില്ല. അവർ സെക്ഷൽ ആക്ടിവിറ്റിയിൽ കുറെ കൂടെ ലിബറൽ ആവുകയും, എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു, പക്ഷെ എത്തിയിട്ടുമില്ല എന്നുള്ള അതെ, പലരുടെ ഒരു ധാരണയാണ് ഫസ്റ്റ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിരിക്കും. വളരെ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണയാണെന്ന് മാത്രമല്ല, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇൻസ്റ്റഗ്രാം വഴി നമ്മളെ കോൺടാക്ട് ചെയ്ത് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന പോലെ തന്നെ സംസാരിച്ചു. 1 മാസത്തിന് മുമ്പാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. എന്നോട് വന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു,
സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നത് നോർമലാണോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെയും ഇത് നോർമൽ എന്ന് പറയാൻ പറ്റില്ല. ഇവൻ ഫീമെയിൽസിലെ കാര്യമല്ലേ നമ്മൾ ഫീമെയിൽസിലെ കാര്യം തന്നെ, ഒരു സ്ത്രീയാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും വരുമ്പോൾ നമുക്ക് കന്യാചർമ്മം എന്ന് പറയുന്ന ഹൈമൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഭാഗത്തിൽ ചെറിയ ചെറിയ ടയറുകളുമായി ചെറിയ ചെറിയ സ്പോട്ടിങ് ചിലരിൽ ഉണ്ടാകാമെങ്കിലും ഇതാണ് യൂണിവേഴ്സൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് ഈ പറയണത് എന്ന് സംസാരിച്ചപ്പോൾ കക്ഷി പറയുന്നത് അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏത് തവണ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്ത് ഹസ്ബൻഡുമായിട്ട് ഇൻവോൾവ് ചെയ്താലും സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് സ്ത്രീക്കുണ്ട്. പക്ഷെ ഈ സാധനം ഏറ്റവും അമ്മയോട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ത് തൊട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, ഇത് നോർമലാണോ? അതൊക്കെ എല്ലാവർക്കും നോർമൽ, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് അമ്മയും അഫേം ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്ര പെയിൻ മാത്രമല്ല, ബ്ലീഡിങ് പോലെയുള്ള അവസ്ഥകൾ പോലും വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. അവിടെ ആ വ്യക്തിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നാണെങ്കിൽ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോലും, മെഡിക്കൽ ഇവാലുവേഷൻ പോലും അവിടെ നടക്കുന്നില്ല. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, ആ കേസിൽ എന്താ ശരിക്കും സംഭവിച്ചത്? അത്രയും ബ്ലീഡിങ് വരാനുള്ള റീസൺ എന്താ? ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. സാധാരണഗതിയിൽ എന്താ പറയുക, സ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടോ ഈ പറഞ്ഞ ഹൈമന്റെ ചെറിയ ടയറുകളുടെ ഭാഗമായിട്ടോ വരുന്ന സാഹചര്യമല്ല എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവുക എന്നുള്ളത്. സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഒരു ബ്ലഡ് സ്റ്റെയിൻ പോലെയൊക്കെ കാണുന്നത് മാത്രമായിരിക്കും, പീരീഡ്സിൽ കാണുന്ന പോലെയുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവത്തില്ല. ചിലരിൽ അപൂർവമായിട്ട് കണ്ടേക്കാം. ഇതും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വേദനയുള്ള ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഇന്റർകോഴ്സ് എന്നൊക്കെ പറയുന്നത് കൃത്യമായ ഫോർപ്ലേയുടെ അഭാവം കാരണം കൊണ്ടാണ്. ഫോർപ്ലേയുടെ ഭാഗമായിട്ടാണ് വജൈനൽ കനാലിന്റെ ലെങ്ത് പിനസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലുതാകുന്നത്, അതിനകത്തുള്ള കൃത്യമായി ലൂബ്രിക്കേറ്റഡ് ആകുന്നത്. ഈ ആക്ടിവിറ്റികളൊന്നും പലപ്പോഴും ഫോർപ്ലേ ഇല്ലാതെ വരുമ്പോൾ ആബ്സെന്റ് ആവുന്നത്. അപ്പോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റഫായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി നടക്കുന്നു. അകത്തുള്ള തൊലിയുടെ പാളികളിൽ ഡാമേജ് വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യണം. ഇത് വളരെ കൂടുതലാണ്. 2, ഈ കനാലും ആവശ്യത്തിന് എലോങ്ങേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ, ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റഫ് സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടാവാൻ സാധ്യത, അവിടെയും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഭയങ്കര പ്രിവലന്റ് ആണ്. പിന്നെ 3 കാര്യം, കൃത്യമായ ലൂബ്രിക്കേഷൻ ചിലരിലില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും നമുക്ക് കൾച്ചറലി നമുക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സാധനമല്ല. അതും ഈ പറഞ്ഞ പെയിൻഫുൾ ആയിട്ടുള്ളതോ ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ അതിലേക്ക് വരുമ്പോൾ ലൂബ്രിക്കേഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ തോന്നുന്നു. ശരിക്കും ഇപ്പം പലരും ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാസലിൻ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കുള്ള ലൂബ്രിക്കേഷൻ എന്താണ്? നമുക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ്, ഈ പറഞ്ഞ 2 സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് വേരിയർ മെത്തേഡുകൾ, ഇപ്പോൾ കൊണ്ടം പോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാത്തപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണെങ്കിലും അതിൽ ഇൻഫെക്ഷൻ റേറ്റ് ഭയങ്കര സാധ്യത കൂടുതലാണ്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ്, പ്രത്യേകിച്ച് കോണ്ടം പോലെയുള്ള വേരിയർ മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ അതാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ് വരുന്നതെങ്കിൽ ലാറ്റക്സ് ആണ് ആ മെറ്റീരിയൽ, അതിൽ ഹോളുകൾ ഉണ്ടാവാനും ഫെയിലിയർ ഉണ്ടാവാനും സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇതല്ലാതെ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറച്ചും കൂടെ ഫ്രിക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, തിക്കായിരിക്കും. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് പോലെ വേഗം വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലാത്ത, പക്ഷെ കോസ്റ്റ്ലി ആണ്. എന്ന് മാത്രമല്ല സിലിക്കൺ ആയിട്ടുള്ള മെറ്റീരിയൽ, ഇപ്പോൾ മെൻസ്ട്രൽ കപ്പല്ല, മെൻസ്ട്രൽ ഡിസ്ക് പോലെയുള്ള സിലിക്കൺ മെറ്റീരിയലുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത്തരം ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. അത്തരം ലൂബ്രിക്കൻസിന് ഒറ്റവാക്കി പറഞ്ഞ വാട്ടർ ബേസ്ഡ് ആയിട്ട് ലൂബ്രിക്കൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗം നമ്മൾ ശരിക്കും ആവശ്യമുള്ളവരിൽ, ഇപ്പം പ്രത്യേകിച്ച് ഈ പെയിൻഫുൾ ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഉറപ്പായിട്ടും അറ്റംപ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. കൃത്യമായ ഫോർപ്ലേക്ക് ശേഷവും കൃത്യമായ ലൂബ്രിക്കേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷവും പെയിൻഫുൾ ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇതിൽ ഒരു എൻഡോട്ടും കൂടെ പറഞ്ഞോട്ടെ, സെക്ഷൽ ആക്ടിവിറ്റി എന്നുള്ളത് പെയിൻഫുൾ ആക്ടിവിറ്റി അല്ല, പ്ലഷറബിൾ ആക്ടിവിറ്റി ആയിട്ടാണ് വരേണ്ടത്.